ഹായ് ഓൾ, വെൽക്കം ടു വെരാന്ത റൈസ്. എൻ്റെ പേര് അഞ്ജലി. ഇന്ന് നമ്മൾ ബയോളജിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താ നമ്മളുടെ ടോപ്പിക്ക്? സെൽ അല്ലേ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെൽ എന്ന് പറയുന്നത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വേറാന്ത റൈസിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സസ് ഈ വരുന്ന തിങ്കളാഴ്ച പുതിയ ബാച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കൊച്ചിയിലെ റേസിൽ വരികയാണെങ്കിൽ ഞാനും ഉണ്ട് നിങ്ങൾക്കൊപ്പം. നമുക്ക് ഒരുമിച്ച് ബയോളജി സെഷൻസ് ഓഫ്ലൈനായി പഠിക്കാം. കൂടാതെ നമ്മുടെ ഈ വരുന്ന 16-ാം തീയതി ഒരു സ്പെഷ്യൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം SSC എക്സാംസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ മാറ്റങ്ങൾ എന്താണ്, നമ്മളത് എങ്ങനെ പഠിക്കും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനായിരിക്കും. നിങ്ങൾക്ക് എല്ലാ SSC കുട്ടികൾക്കും ഇത് ഭയങ്കര യൂസ്ഫുള്ളായി ഒരു സെഷനായിരിക്കും. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം അല്ലേ, എന്താണ്? പ്ലാന്റ് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റ് സെൽ എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളിപ്പം ക്ലാസ്സിൽ ഇരുന്നവർക്കൊക്കെ കണ്ടൊരു പരിചയം കാണും അല്ലേ? കാണാത്തവർ ഇപ്പം കണ്ടോളൂ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. എന്താ ഇതിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്. ഓക്കെ, ഈ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് എന്തെന്ന് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? സെല്ലുലോസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, സൈറ്റോസോൾ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെ, ഓപ്ഷൻ എ ആണല്ലേ. എന്തുകൊണ്ടാണ് സെൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത്? സെല്ലുലോസ് കൊണ്ടാണ്. മറന്നു പോകരുത്, ഒരുപാട് വട്ടം SSC മാറി മാറി ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് സെൽ വാൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന്. ഇന്നത്തെ ദിവസത്തിന് ശേഷം നമ്മൾ മറക്കില്ല അല്ലേ? സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഹൂ ഡിസ്കവേർഡ് സെൽ? മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. എന്താണ്? ഹൂ ഡിസ്കവേർഡ് സെൽ? സെൽ ആരാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? ഈ വ്യക്തി അറിയാവോ? കണ്ട പരിചയമുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് നോക്കി വെച്ചേക്കൂ. ഇദ്ദേഹമാണ് നമ്മുടെ സെല്ല് ഡിസ്കവർ ചെയ്തത്. ആരാ ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് ഹുക്കാണോ ബ്രൗൺ ആണോ? റോബർട്ട് ഹുക്കാണ് അല്ലേ. വർഷം ഏതാ? 1665. വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കണം. കാരണം എന്ന് പറഞ്ഞാൽ SSC ക്വസ്റ്റ്യൻസ് ഒന്ന് ടൈറ്റ് ആക്കണമെന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ അവരാദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ഓപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വർഷം ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ആരൊക്കെയുണ്ട്? റോബർട്ട് ബ്രൗൺ ഉണ്ട് അല്ലേ, ലീവൻ ഹുക്ക് ഉണ്ട്, ഷ്ലീഡർ ഉണ്ട്. ഇവരൊക്കെ ആരാ? കേട്ട പരിചയമുണ്ടോ നിങ്ങൾക്ക്? അതെ, റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത് നമ്മളെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. ഇനി ലീവൻ ഹുക്ക് ആണെങ്കിൽ ആദ്യമായി ലീവിങ് സെല്ല് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, റോബർട്ട് ഹുക്കല്ലേ സെല്ല് കണ്ടുപിടിച്ചതെന്ന്? ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചതും സെല്ലിന് സെല്ലെന്നുള്ള പേര് കൊടുത്തതും. പക്ഷേ ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു ഡെഡ് പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, എന്താ? ഒരു ഡെഡ് പ്ലാന്റ് സെൽ. അതേസമയം ലീവൻ ഹുക്ക് ഒരു ലിവിങ് സെല്ല്. അപ്പം എങ്ങനെ പഠിക്കും? ലീവൻ ഹുക്ക് ലിവിങ് സെൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓർത്തിരിക്കും. ഷ്ലീഡൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ല്. ഓക്കെ, ഷ്ലീഡൻ എന്താ കണ്ടുപിടിച്ചത്? പ്ലാന്റ് സെൽ. അപ്പോൾ ഒരു ചോദ്യം വരും, അനിമൽ സെല്ല് ആര് കണ്ടുപിടിച്ചത്? ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? അട്രാക്റ്റീവ് കളർ ഓഫ് ഫ്ലവർ ഈസ് ഡ്യൂ ടു. നമ്മുടെ ഒരു ചെടിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടല്ലേ ഒരു ചെടിയിൽ തന്നെ. അതായത് ലീഫിന് ഒരു തരം പച്ചയായിരിക്കും, സ്റ്റെമ്മിന് ഒരു തരം പച്ചയായിരിക്കും. ഇനി ഓരോ ചെടികളിലെ ഓരോ ഫ്ലവേഴ്സിന് എന്തായിരിക്കും? ഡിഫറെൻറ്റ് കളേഴ്സ്. മീൻസ് ഓരോ ചെടികളുടെ ഫ്ലവറിന് എന്തായിരിക്കും? ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ കളേഴ്സൊക്കെ ആര് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെയാണ് ഓപ്ഷനിലുള്ളത്? ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ഫോട്ടോപ്ലാസ്റ്റ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ ഇതിലാരാ കൊടുക്കുന്നത്? ക്ലോറോ എന്ന വാക്കിലെ അതിൻ്റെ ആൻസർ മറഞ്ഞിരിപ്പുണ്ടല്ലേ. ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോഫിൽ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ളതാണ്. ക്ലോറോഫിൽ എന്തിനാ? ഫോട്ടോസിന്തസിസും ഫുഡ് പ്രിപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ക്ലോറോഫിൽ. അതുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോപ്ലാസ്റ്റിനെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനൊന്നും ഇല്ല.
ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇനിയുള്ളത് ല്യൂക്കോപ്ലാസ്റ്റും ക്രോമോപ്ലാസ്റ്റുമാണ്. നിങ്ങൾ ഈ ക്രോമോ എന്ന വാക്ക് നേരത്തെ കേട്ടിട്ടുണ്ടാവണം, ക്രൊമറ്റോഗ്രഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, കളേഴ്സിൻ്റെ സെപ്പറേഷനാണ്. അതായത് കളേഴ്സ് എന്ന ഒരു വേർഡ്, അതിൻ്റെ ഒരു റൂട്ട് വേർഡായിട്ട് നമുക്ക് ആരെ പറയാം, ക്രോമോയെ പറയാം. അപ്പോൾ അട്രാക്റ്റീവ് കളേഴ്സ് കൊടുക്കുന്നത്, നമ്മളും കളറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പൂക്കൾക്ക് കളർ കൊടുക്കുന്നത് ആരാ, ക്രോമോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ എന്താ ഈ ല്യൂക്കോപ്ലാസ്റ്റ്, ഇപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് റൂട്ടൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നമ്മുടെ ചെടികൾ എന്ത് ചെയ്യും, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്, അട്രാക്റ്റീവ് കളർ ഓഫ് ഫ്ലവർ ഈസ് ഡ്യൂ ടു ക്രോമോപ്ലാസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് സെൽ ഓർഗണൽ ഈസ് നോൺ ആസ് ദ സൂയിസൈഡൽ ബാഗ് ഓഫ് സെല്ല്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ സെല്ലിലെ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന ഓർഗണൽ ഏതാണ്? എന്താണ് ഞാൻ ഈ 2-3 സ്ലൈഡായിട്ട് പറയുന്നുണ്ടല്ലേ, ഓർഗണൽ. എന്താ ഈ ഓർഗണൽ? നമ്മുടെ ബോഡിയിൽ ഓർഗൻസ് ഉണ്ട്, അതുപോലെ ഒരു സെല്ലിനകത്ത് എന്തുണ്ട്, ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓർഗണൽ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, നമ്മുടെ സെല്ലിനകത്തുള്ള ഏത് ഓർഗണലിന് സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നു? ഓക്കെ, എന്തൊക്കെയാ, ലൈസോസോം ഉണ്ട്, വാക്യൂൾ ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, സെൻട്രോസോം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേത്, ഇത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് എല്ലാം നമ്മൾ എന്താണ് ക്ലാസ്സിൽ നല്ലതായിട്ട് പഠിച്ചിട്ടും അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ. നമുക്കറിയാം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താ, പവർ ഹൗസ് ഓഫ് എ സെല്ലാണ്, അതെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം അത് പോയി. പിന്നെ ആരാളുള്ള, ലൈസോസോം, വാക്യൂൾ, സെൻട്രോസോം. സെൻട്രോസോം സെൽ ഡിവിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതും പോയി. വാക്യൂൾ എന്ന് പറയുന്ന ഓസ്മോ റെഗുലേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണ്, അപ്പോൾ അതും പോയി. ഇനി ബാലൻസ് ആരാ ഉള്ളത്, ലൈസോസോമാണ്. ഓക്കെ, ബാലൻസ് ആരാ ഉള്ളത്, ലൈസോസോം. ഇത് എന്തുകൊണ്ട് സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സെല്ല് പ്രോപ്പറായി വർക്ക് ചെയ്തില്ല എങ്കിൽ ഇതെന്ത് ചെയ്യും, അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതാണ് ലൈസോസോം എന്ന് പറയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കണക്റ്റഡ് ടു ദ സർഫസ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഓക്കെ, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. നമുക്ക് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അറിയാം അല്ലേ. എന്താ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം? ഏതോ ഒരു സെൽ ഓർഗണൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴുള്ളതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേത് സെൽ ഓർഗണലാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം നിങ്ങൾ, റൈബോസോം എന്ന് പറയണം. ഓക്കെ, റൈബോസോമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കോട്ട് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കണക്റ്റഡ് ടു ദ സർഫസ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഓക്കെ, നമ്മൾക്ക് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണെന്ന് അറിയാം. ഓക്കെ, ഏതോ ഒരു ഓർഗണൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തായി മാറും, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലായിട്ട് മാറും. അത് ഇതിൽ ഏത് ഓർഗണൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്, മൈറ്റോകോൺട്രിയ ആണോ, ന്യൂക്ലിയസ് ആണോ? ന്യൂക്ലിയസ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല അല്ലേ. സെൻട്രോസോം ആണോ, റൈബോസോം ആണോ? ഇതിൻ്റെത് റഫാണ്. റഫ് ആകുമ്പോൾ എന്തെന്ന് ഓർക്കണം, റൈബോ എന്ന് ഓർക്കണം. റഫ് ആകുമ്പോൾ എന്തെന്ന് ഓർക്കണം, റൈബോ എന്ന് ഓർക്കണം. അപ്പം 2ലും R ഉണ്ട്, റൈബോസോമാണ്. ഓക്കെ ആണോ? 2ലും R ഉണ്ട്, റൈബോസോം. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ പ്രോട്ടീൻ സിന്തസിസും സ്റ്റോറേജും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, എ ഫംഗൽ സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ്. ഓക്കെ, ഫംഗൽ സെൽ വാൾ ആരൊക്കെ, കൈറ്റിൻ ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ലിഗ്നിൻ ഉണ്ട്, ഹെമി സെല്ലുലോസ് ഉണ്ട്. സെല്ലുലോസ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോഴേ പഠിച്ചതാണ്. ഇത് ആരുടെ സെൽ വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതെ, നമ്മുടെ പ്ലാന്റ് സെൽ അല്ലേ. പ്ലാന്റ് സെല്ല് നിർമ്മിച്ചിട്ടുള്ളത്, പ്ലാന്റ് സെൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫംഗൽ സെൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. ഓക്കെ, ഫംഗൽ സെൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, കൈറ്റിൻ കൊണ്ടാണ്, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ പെർഫോംഡ് ബൈ SER ഇൻ വെർട്ടിബ്രേറ്റ് ലിവർ സെൽസ്? ഓക്കെ, ഈ ലിവർ സെൽസ് ഒക്കെ ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. എന്താണ് ഈ SER എന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. എന്താണ് SER?
നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പഠിച്ചു അല്ലേ? എന്തെന്നാ പഠിച്ചത്? റൈബോസോം വന്ന് അറ്റാച്ച് ചെയ്യുമ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായി മാറും. അപ്പോൾ റൈബോസോം അറ്റാച്ച് ചെയ്യാത്ത പാർട്ട് ഉണ്ടാവില്ലേ? ആ അറ്റാച്ച് ചെയ്യാത്ത പാർട്ടാണ് എന്തെന്ന് പറയണത്? SER അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയ്സൺസ്. അതായത് നമ്മുടെ സെല്ലിനകത്ത് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു വിഷാംശം കയറി കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ. എന്താ? RER റഫ് എൻഡോപ്ലാസ്മിക്. ഞാൻ പറഞ്ഞു ആറാണ്, റൈബോസോമാണ് അറ്റാച്ച് ചെയ്യും, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. കാരണം റൈബോസോമിൻ്റെ ഫംഗ്ഷനേ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ പ്ലാന്റ് സെൽ ഈസ് ഡിഫർ ഫ്രം അനിമൽ സെൽ. ഓക്കെ, ഒരു പ്ലാന്റ് സെല്ലിനെ എന്താണ് ഡിഫറെൻ്റ് ആക്കുന്നത് അനിമൽ സെല്ലിൽ നിന്നും? ഓക്കെ, ഓപ്ഷൻ നോക്കാം. മൈറ്റോകോൺട്രിയ ആണോ? ഓക്കെ, നമുക്ക് ഈ ഫിഗർ നോക്കാം. ഇതേ നോക്കൂ, രണ്ടു പേരിലും മൈറ്റോകോൺട്രിയ കോമൺ ആയിട്ടുണ്ട് അല്ലേ? രണ്ടു പേരിലും മൈറ്റോകോൺട്രിയ കോമൺ ആയിട്ടുണ്ട്. പിന്നെ അടുത്താരാ? സെൽ മെമ്പറൈൻ അല്ലേ? അപ്പോൾ നോക്കി, നമ്മൾ ഇതിൽ നോക്കി വരുമ്പോഴത്തേക്കും എന്താണ്? സെൽ മെമ്പറൈൻ രണ്ടു പേരിലും ഉണ്ട്. അപ്പോൾ അത് കോമൺ ആക്കുന്നില്ല. നെക്സ്റ്റ് എന്താ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ രണ്ടു പേർക്കും ഉണ്ടാകും, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ആയി, ഇത് എലിമിനേറ്റ് ആയി, ഇത് എലിമിനേറ്റ് ആയി. ബാലൻസ് ആരാ ഉള്ളത്? സെൽ വോളാണ്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചതുമാണ് സെൽ വോൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്താണ്? സെല്ലുലോസ് കൊണ്ടാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിനെ അനിമൽ സെല്ലിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് ഏതാ? സെൽ വോളാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഓർഗണൽസ് ഇൻ ദ സെൽ അതർ ദാൻ ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് DNA? അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാമെന്നുള്ളൊരു നോളജാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? DNA ഉള്ളത്. എന്താണ്? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഉള്ളത് ന്യൂക്ലിയസിലാണ്, നമുക്കറിയാം. ചോദ്യം എന്താ ചോദിച്ചേക്കുന്നത്? ന്യൂക്ലിയസിലല്ലാതെ അല്ലേ? എപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ന്യൂക്ലിയസിലല്ലാതെ മറ്റ് ഏത് ഓർഗണിലാണ് എന്തുള്ളത്? DNA ഉള്ളതെന്നാണ്. ഈ സ്ട്രക്ചർ കണ്ടപ്പോഴേ നിങ്ങൾക്ക് എന്തായിരിക്കും? ആളെ പിടികിട്ടി കാണും. ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ എന്തെന്നാ അറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് എ സെൽ. ഓക്കെ, എന്തെന്നാ അറിയപ്പെടുന്ന? പവർ ഹൗസ് ഓഫ് എ സെൽ എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ATP സിന്തസൈസ്. ഓക്കെ, ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ചോദിച്ചാൽ മറക്കരുത്, DNA കാണുന്നത് ഏതിലാണ്? ന്യൂക്ലിയസിലല്ലാതെ DNA കാണുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഇനി ന്യൂക്ലിയസ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പകരം എവിടെയുണ്ട്? ഓപ്ഷനിലാണ് ന്യൂക്ലിയസ് ഉള്ളത് എങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ന്യൂക്ലിയസിനെ ആയിരിക്കും. ഓപ്ഷനിൽ ന്യൂക്ലിയസ് ഇല്ല, അതാണ് ന്യൂക്ലിയസ് ഒഴികെയുള്ളതെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആരെ പ്രിഫർ ചെയ്യും? മൈറ്റോകോൺട്രിയെ നമ്മൾ പ്രിഫർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ലോങ്ങസ്റ്റ് സെൽ ഏതാണ്? ഏതാണ് ലോങ്ങസ്റ്റ് സെൽ എന്ന് പറയുന്നത്? നമുക്ക് ഹ്യൂമൻ ബോഡിയിലെ 3 സെൽസ് അറിഞ്ഞിരിക്കണം. ലോങ്ങസ്റ്റ് സെൽ, പിന്നെ ലാർജസ്റ്റ് സെൽ, പിന്നെ ഉള്ളത് സ്മോളസ്റ്റ് സെൽ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ചോദ്യം നോക്കാം, ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. എന്താണ് ലോങ്ങസ്റ്റ് സെൽ? ഇതെന്താ? ഓക്കെ, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ അല്ലേ? സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ന്യൂറോൺസിനെ കുറിച്ചും നെർവ് സെൽസിനെ കുറിച്ചും ഇവരുടെ ഫങ്ഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിക്കുന്നുണ്ട്? ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് നീളമേറിയ സെല്ലെന്ന് പറയുന്നത് നെർവ് സെല്ലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായി അല്ലേ? ലോങ്ങസ്റ്റ് സെൽ. ഇനിയുള്ളത് ലാർജസ്റ്റ് സെല്ലാണ്. ലാർജസ്റ്റ് സെല്ലാണെങ്കിൽ അത് ഓവമാണ്. ഓക്കെ, സ്ത്രീകളിൽ കാണപ്പെടുന്ന ഓവമാണ് ലാർജസ്റ്റ് സെൽ. സ്മോളസ്റ്റ് സെൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽസിൽ കാണപ്പെടുന്ന സ്പേം സെൽസ് ആണ്. ഓക്കെ, സ്പേം സെൽസ് ആണ്. മറന്നു പോവരുത് 3 ചോദ്യങ്ങൾ. ലോങ്ങസ്റ്റ്, ലാർജസ്റ്റ്, സ്മോളസ്റ്റ്. ലോങ്ങസ്റ്റ് ഏതാ? നെർവ് സെൽ. ലാർജസ്റ്റ് ഏതാ? ഓവം. സ്മോളസ്റ്റ് ഏതാ? സ്പേംസ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. എനർജി കറൻസി ഓഫ് ദ സെൽ. ഓക്കെ,
പവർ ഹൗസ് ഓഫ് ദ സെൽ ഏതാ? മൈറ്റോകോൺട്രിയ. എന്തുകൊണ്ട്? ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പവർ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ആരാ? ATP ആണ്. അപ്പോൾ എനർജി കറൻസി ഓഫ് എ സെൽ, ആ ATP ആണ് എന്തെന്ന് നമ്മൾ പറയപ്പെടുന്നത്? എനർജി കറൻസി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, DNA കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസിൽ കാണും അല്ലേ? ന്യൂക്ലിയസിൽ കാണും. എന്താണ് DNA മേക്ക് ചെയ്തേക്കുന്നത്? ജീൻ ആണല്ലേ. ജീൻ ഈസ് മേഡ് അപ്പ് ഓഫ് DNA എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്തുണ്ട്? RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ആൻസർ ആയിട്ട് വരത്തില്ല. ഓക്കെ, അപ്പം എനർജി കറൻസി എന്ന് പറയുന്നതാണ് ATP ആണ്. ATPയുടെ ഫുൾ ഫോം എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇപ്പോൾ എക്സാംസിന് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഫോസ്ഫേറ്റ് ആണോ, ഫോസ്ഫേഡ് ആണോ, ഫോസ്ഫീൻ ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എത്ര അറിയാമെന്നുള്ളവരായാലും ആ ഒരു ടൈമിൽ ഒരേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഒരേ ഓപ്ഷൻസ് സിമിലറായി കാണുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ആവാം. ഇനി ക്രിയേറ്റ് ആവരുത്. ഫോസ്ഫേറ്റ് ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ക്രോമസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഓക്കെ, ക്രോമസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അല്ലേ? എന്തുകൊണ്ട് ക്രോമസോംസ് നിർമ്മിച്ചിരിക്കുന്നു? ഓക്കെ, ഇതിൽ DNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, DNA ആൻഡ് പ്രോട്ടീൻ ഉണ്ട്, RNA ഉണ്ട്. നമുക്ക് RNA ഒറ്റയടിക്ക് തന്നെ നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് തരാം. RNA കുറിച്ച് നമ്മൾ എന്താണ് ക്രോമസോംസിലും ന്യൂക്ലിയസിലും ഒന്നും അധികം പറയുന്നില്ല. അപ്പം RNA അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. പക്ഷേ നല്ലൊരു ഓപ്ഷനാണ് DNA, പ്രോട്ടീൻ, DNA ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, നമ്മൾ DNA അറിയാം, DNA ഉണ്ട്, പ്രോട്ടീനും ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇനി ആ കൺഫ്യൂഷൻ വേണ്ട. ക്രോമസോം നിർമ്മിച്ചിരിക്കുന്നത് DNA കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ്. ഓക്കെ, മറന്നു പോകരുത്. ക്രോമസോം നിർമ്മിച്ചിരിക്കുന്നത് DNA കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, വിച്ച് സെൽ ഓർഗണൽ ഈസ് കോൾഡ് മാസ്റ്റർ ഓഫ് ദ സെൽ? ഓക്കെ, ഒരു സെല്ലിൻ്റെ മാസ്റ്റർ ഓഫ് എ സെൽ എന്ന് ഏത് ഓർഗണലിനെ പറയപ്പെടുന്നു? നമുക്കതറിയാം. മാസ്റ്റർ ഓഫ് എ സെൽ, കൺട്രോൾ റൂം ഓഫ് എ സെൽ എന്ന്, അതായത് ആ ഒരു ഓർഗണൽസിൻ്റെ കിങ് ആയിട്ടുള്ള ഓർഗണൽ ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? മൈറ്റോകോൺട്രിയ ആണോ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണോ, ന്യൂക്ലിയോലസ് ആണോ, ന്യൂക്ലിയസ് ആണോ? ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. പവർ ഹൗസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു നിന്നുകൊണ്ടിരുന്നു. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ല. പിന്നെ എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ന്യൂക്ലിയോലസ് ആണോ, ന്യൂക്ലിയസ് ആണോ? കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, നമുക്ക് ന്യൂക്ലിയസ് ആണ് എന്തെന്ന് പറയുന്നത്? കൺട്രോൾ റൂം ഓഫ് എ സെൽ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് എ സെൽ എന്നൊക്കെ പറയണം. ലാർജസ്റ്റ് സെൽ ഓർഗണൽ ഏതെന്ന് ചോദിച്ചാലും ആരെന്ന് പറയണം? നമ്മുടെ ന്യൂക്ലിയസ് ആണെന്ന് പറയണം. ഈ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ചോദ്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ്? സെല്ല് ആര് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ചോദ്യമായിട്ടുള്ളത്. ആ സമയത്ത് ഓപ്ഷനിൽ ഞാൻ പറഞ്ഞു ഒരു വ്യക്തി ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാണ്. ആരാണത്? റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഫ്രണ്ടിലോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നോക്കുക. റോബർട്ട് ബ്രൗൺ ആണ്. വർഷം എത്രയെന്ന് ചോദിച്ചാൽ 1831. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും എടുത്തെടുത്ത് പറയാണ്, വർഷം നോക്കി വെക്കണം. അപ്പോൾ ന്യൂക്ലിയസ് ആണ് മാസ്റ്റർ ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത്. കൺട്രോൾ റൂം ഓഫ് എ സെൽ എന്ന് പറയുന്നത് ലാർജസ്റ്റ് സെൽ ഓർഗണലും ന്യൂക്ലിയസ് ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ ആണ്. 1831. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ട്രൂ ന്യൂക്ലിയസ് ഈസ് ആബ്സെൻ്റ് ഇൻ ട്രൂ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയസ് തന്നിരിക്കുന്നതിൽ ഏതിലാണ് ആബ്സെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാ? ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ഉണ്ട്, ആൽഗെ ഉണ്ട്, ലൈക്കൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേതിലാണ് നമുക്ക് ന്യൂക്ലിയസ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ആൽഗയും ലൈക്കൻസും നമുക്കറിയാം, ഇവർ പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പ്ലാന്റിൻ്റെ സെൽ എങ്ങനെയാണ്? ഒരു പ്രോപ്പർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. അതിനൊരു സെൽ വാളും സെൽ മെമ്പറൈനും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവർ രണ്ടും നമ്മൾ റേസ് ചെയ്യുന്ന ഔട്ടായി. ഇനി ആരാ? ഫംഗൈ ആണ്. ഫംഗൈയും എന്താണ്? ഒരു പ്രോപ്പർ ന്യൂക്ലിയസ് ഉള്ള ഒരു വ്യക്തിയാണ് ഫംഗൈ എന്ന് പറയുന്നത്. ഇനി ആരാ ഉള്ളത്? നമ്മുടെ ബാക്ടീരിയയാണ് ഉള്ളത്.
ഓക്കെ, നമ്മുടെ ബാക്ടീരിയ വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ബാക്ടീരിയ വരുന്നത് ഫസ്റ്റ് കിങ്ഡത്തിലാണ്. ഓക്കെ, ആ കിങ്ഡം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയിലാണ് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തത്. ആ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് അവയെ നമ്മളൊരു പേര് പറയും. എന്തെന്നറിയോ? പ്രോക്യാരിയോട്ട്. ഓക്കെ, പ്രോക്യാരിയോട്ടുമാണ്. ഇവർ യൂണിസെല്ലുലാറുമാണ്. യൂണിസെല്ലുലാർ മീൻസ് ഒരൊറ്റ സെല്ല്. ഓക്കെ, യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ആരെന്ന് പറയുന്നത്? ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഈ ഫിഗേഴ്സ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇവർ കാണപ്പെടുന്ന 3 ബേസിക് ബോഡി ഫോംസ്, അല്ലെങ്കിൽ ബോഡി ഫോംസ് അല്ല, 3 ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയാം. അതാണ് ഇതെന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഈ പിക്ചർ കാണുമ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ മൈൻഡിൽ ഓർത്തിരിക്കാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 10ഓളം അല്ലെങ്കിൽ 10-12ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം അത്രത്തോളം നമ്മൾ എന്താ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തറവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് നമ്മളെ വെബിനാറാണ്. 16-ാം തീയതി നമ്മൾ സ്പെഷ്യൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SSC കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. SSCയുടെ പുതിയ പാറ്റേൺസിൽ എന്താ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും, എങ്ങനെ നമ്മൾ ഈ നമ്മുടെ ആ ഒരു പ്രാക്ടീസ് സ്ട്രോങ് ആക്കും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.